ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു മുട്ട ഷേപ്പുണ്ട്. അതാണെന്തോ ഈ വണ്ടിക്കൊരു തിരിച്ചടിയായത് ഡിസൈനിൻ്റെ കാര്യത്തിലെന്ന് എനിക്ക് തോന്നുന്നു. ഡിസ്കണ്ടിന്യൂ ചെയ്തു വണ്ടി. ഡാറ്റ്സൺ എന്നുള്ള ബ്രാൻഡ് ഷട്ട് ചെയ്തു. ലാസ്റ്റ് വീക്ക് നിസാൻ ഇന്ത്യ അനൗൺസ്ഡ് ഡാറ്റ്സൺ വിൽ നോ ലോങ്ങർ പ്രൊഡ്യൂസ് കാർസ് ഇൻ ഇന്ത്യ. അപ്പോൾ ആ ഒരു ബ്രാൻഡാണ് ഷട്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് എന്ന് വെച്ചിട്ട് ഇത്തരം ചെറിയ കാറുകളൊക്കെ നിർത്തുമോ അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആകാതിരിക്കുമോ എന്നുള്ളതിലൊരു സംശയമുണ്ട്. ആവറേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 25 ആണ്. That's crazy. Its engine make lot of noise like Asia tractor. ഇത് ചുമ്മാ പറയുന്ന കേട്ടോ, നമ്മൾ കണ്ടതാ. ഒരു സൗണ്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. 3 സിലിണ്ടർ എൻജിൻ ആയതുകൊണ്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, ഒരു സൗണ്ട് കുറച്ച് കൂടുതലുണ്ടാവും. ബട്ട് അതൊരു വലിയൊരു ഇറിറ്റേറ്റിംഗ് സൗണ്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓവറോൾ ഒരു ഫ്രണ്ട് എന്നുള്ളൊരു ഡിസൈനൊക്കെ വളരെ എയറോഡൈനമിക് ആയിട്ട്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഈ മുട്ടയെന്ന് ഞാൻ പറയാൻ കാരണം പഴയ ഒരു മാത്തിസ് എന്ന് പറഞ്ഞൊരു കാറുണ്ടായിരുന്നു ദൈവൻ്റെ. അതിൻ്റെ ഒരു സിമിലർ ഒരു ഡിസൈനായിട്ടാണ്, സിമിലർ എന്നല്ല കുറച്ചൊക്കെ എവിടെയൊക്കെ ഒരു സാമ്യം തോന്നുന്നുണ്ട്. അത് ആ ഒരു മുട്ടയുടെ ഷേപ്പുണ്ട്. അന്ന് ആ വണ്ടിയുടെ ഒരു മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ആളുകൾ പറയുന്നത് മുട്ട ഷേപ്പ് എന്നുള്ളതാണ്. ഇതിനൊരു ചെറിയ മുട്ട ഷേപ്പുണ്ട്. അതുപോലെ ഈ സൈഡ് ലൈൻസൊക്കെ വളരെ എയറോഡൈനമിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ആ ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ വളരെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഡിസൈനിൽ അത്രത്തോളം ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ലെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ ബാക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു ബോഡി ലൈൻസ് ആയിരുന്നാലും ഇതെല്ലാം വണ്ടിയുടെ സ്റ്റെബിലിറ്റിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോഡിയൊക്കെ കുറച്ച് ലൈറ്റാണ് എന്ന് വെച്ചാൽ വളരെ തീരെ ലൈറ്റൊന്നും അല്ല, മോശമല്ലാത്തൊരു സ്റ്റേഡിനെസ് ഒക്കെ ഉണ്ട്. ഡോർ അടയ്ക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടാൽ അറിയാം, വെറും പാട്ട വന്നടയുന്ന സൗണ്ടൊന്നും അല്ല. അകത്തൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത റൂമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ട്രൈബലിലൊക്കെ പോലെ തന്നെ ഈ ഒരു ടണൽ അത് വളരെ ഫ്ലാറ്റാണ്, ചെറിയൊരു ടണലേ ഉള്ളൂ. പൊതുവെ ഫ്ലാറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കുന്നതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല. ബൂട്ട് ഇവിടെ നോക്കേണ്ടി, ബൂട്ടും വളരെ ഒഴിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബൂട്ട് കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലോഡിങ് ലിപ്പ് കുറച്ച് ഉയർന്നിട്ടാണ്. വലിയ ബ്രീഫ് കേസും അവിടെ വെയിറ്റ് ഉള്ളതൊക്കെ എടുത്ത് വെക്കാൻ ഒത്തിരി അത് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 20-25 കിലോയിൽ കൂടുതൽ വെയിറ്റ് വരുന്ന സാധനം നമ്മൾ കുനിഞ്ഞങ്ങ് എടുത്തു കൊടുക്കരുത്. എന്ത് വെയിറ്റ് എടുക്കുമ്പോഴും മുട്ട് മടക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ, നേരെ കുനിഞ്ഞാണ് എടുത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇത്രയും വലിയ ലോഡിങ് ലിപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്തങ്ങ് തൂക്കിയെടുത്ത് വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കിനൊക്കെ വലിയ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സാധാരണ വണ്ടികളെക്കാട്ടിലും കൂടുതൽ ലിറ്റർ സ്പേസ് ഇതിനകത്ത് ഡിക്കിയിലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ എയർകോണൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, വളരെ പെട്ടെന്ന് തണുക്കുന്നുണ്ട് വണ്ടി. പിന്നെ ഇതിനകത്ത് വേറെ ആക്സസറീസ് ഒന്നും ഇല്ലേ വണ്ടിയിൽ, വളരെ മിനിമലാണ്. എനിക്ക് തോന്നുന്നൊരു മിഡിൽ റേഞ്ചിലുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു, ഒരു മിഡിൽ കാറ്റഗറിയിലുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു, ഫുൾ ഓപ്ഷൻ അല്ല. പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ ഇളകി കിടക്കും. ഞാൻ കയറുമ്പോഴൊക്കെ ഇതിൻ്റെ ലോക്കിൽ ഇത് പിടിച്ചിടാറുണ്ട്. ഇതിനകത്തൊരു ലോക്കുണ്ട്, അത് പിടിച്ച് ലോക്ക് ചെയ്താൽ നന്നായിട്ട് ലോക്കായിട്ട് അങ്ങ് ഇരിക്കും. പിന്നെ സൈഡ് പോക്കറ്റ്സ് ഒന്നും ഇല്ല, സൈഡ് പോക്കറ്റ്സ് ഇല്ലാത്തത് കുറവ് എത്രയും. സ്പീക്കറിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് സ്പീക്കറൊന്നും ഇല്ല. പക്ഷേ ഡോർ പോക്കറ്റ്സ് ഒക്കെ വളരെ സ്ലിമ്മാണ്. ഡോർ എനിക്ക് തോന്നുന്നു വളരെ സ്ലിമ്മായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോർ പോക്കറ്റ്സ് ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. അതുപോലെ ബോട്ടിൽ ഹോൾഡിങ്, ബാക്കിലൊരു ബോട്ടിൽ വെക്കാൻ പറ്റും. കൺസോളിൽ 2 വലിയ കുപ്പി വയ്ക്കാം കേട്ടോ. 1 ലിറ്ററിൻ്റെ അത്യാവശ്യം 1 ലിറ്ററിൻ്റെ കുപ്പികൾ ഇവിടെ 2 എണ്ണം വയ്ക്കാം. ഇവിടുത്തെ കൺസോളിൽ വെള്ളം വയ്ക്കത്തക്ക ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സോ മോശമല്ല. ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാം നമുക്ക്. ഇതുപോലെ സ്പെക്സൊക്കെ വയ്ക്കാം. ഇവിടെ അത്യാവശ്യം ഒരു ബോട്ടിൽ, ചെറിയൊരു ബോട്ടിലൊക്കെ വയ്ക്കാം. കുറച്ചും കൂടെ കോമ്പാക്റ്റാണ്. എനിക്ക് 800cc എഞ്ചിനായിരിക്കും. ബാറ്ററിയൊക്കെ വളരെ ചെറിയൊരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റൊക്കെ ഇത്ര ചെറുതാണെന്നുണ്ടെങ്കിലും രാത്രിയത്തെ ലൈറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ നല്ല ഇതിലാണ്. ഞാനന്ന് നൈറ്റിൽ ഒരുപാട് ഡ്രൈവ് ചെയ്തായിരുന്നു. സിംഗിൾ വൈപ്പറാണ്, പക്ഷേ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു വൈപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഗ്ലാസ് കവേർഡ് ആവും അത് വൈപ്പ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു ആവറേജ് ഒരു മിനിമൽ ഒരു കൊച്ചു ഫാമിലിക്ക് വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഞാൻ റിവേഴ്സ് എടുക്കും എപ്പോഴും ആ ഗോസ്റ്റ് ആക്സിലറേഷനാണ്. ഞാൻ ആക്സിലേറ്ററിൽ ചവിട്ടിയിട്ടില്ല, കാണിക്കാം.
പയ്യെ ക്ലച്ച് എടുക്കുന്നതിനനുസരിച്ച് വണ്ടി റിവേഴ്സ് ആവും. പിന്നെ നമുക്ക് ആ ഗോസ്റ്റ് ആക്സിലറേഷൻ ഇല്ലാതെ തന്നെ നമുക്കൊന്ന് പോയി നോക്കാം. സെക്കൻഡ് ഗിയറിലാക്കിയിട്ട് ഞാൻ ആക്സിലറേറ്ററിൽ തൊട്ടിട്ടില്ല. വിതൗട്ട് ആക്സിലറേഷൻ വണ്ടിയുടെ ആ ഒരു ഡിഫോൾട്ട് ആക്സിലറേഷനിൽ പോവുക. ഇവിടെ എത്തിയപ്പോൾ സെക്കൻഡ് ഗിയറിൽ തന്നെ പോവുകയാണ്. പക്ഷെ എങ്കിലും അത്യാവശ്യം ഒരു ഓഫ് റോഡാണത്. ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വളരെ പയ്യെ പോയി നോക്കാം. സെക്കൻഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം, പക്ഷെ എന്നാലും അത് ആ വണ്ടിക്ക് ഓടേണ്ടിയുള്ളൊരു ആക്സിലറേഷൻ ഓട്ടോമാറ്റിക്കലി വണ്ടി ഗെയിൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ് നമ്മൾ ചാടി പോയേണ്ടത്? ഇവിടെ ഈ പാറയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കഴിവതും പാറ സെന്ററിലാക്കി നിർത്തി ഓടിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല. നമുക്ക് ആ അവിടെ എത്തി കൊടുത്താലേ കയറും. പാറയിൽ വന്ന് നിന്നുകൊണ്ടാണ് ഒത്തിരി ഒന്നും ചവിട്ടിയാലേ കയറി വരത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വണ്ടിയിൽ എയർകോൺ, ഇപ്പം ഞാൻ എയർകോൺ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എയർകോൺ ഇടുന്നതിനനുസരിച്ച് വണ്ടിയുടെ ആക്സിലറേഷനും അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസും ഒക്കെ ഒത്തിരി കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ആവും. അപ്പോൾ ഇത്രയും തന്നെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ആവറേജ് ഫാമിലിക്ക്, ഒരു ചെറിയ ഫാമിലിക്ക് വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി കാറാണ്. മൈലേജിൻ്റെ കാര്യത്തിലായിരുന്നാലും ഓവറോൾ എൻജിൻ്റെ പെർഫോമൻസ് ആയിരുന്നാലും, എന്നാൽ അത്യാവശ്യം ഒരു ഓഫ് റോഡിങ് എബിലിറ്റീസും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോഴും, പിന്നെ ഒരു ടോൾ ബോയ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ വളരെ ഭ്രാന്ത് പിടിച്ച് ഓടിക്കുക. എങ്ങനെയെങ്കിലും ആ ബീച്ചിലെത്താനുള്ള ഒരു തേഴ്സ്റ്റിലാണ്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലായിരുന്നാലും എല്ലാം ഞാൻ എൻ്റെ ഡ്രൈവറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഏകദേശം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഒരു പരിധി വരെ ഈ ഒരു കാറിലുമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കൊച്ചു ഫാമിലിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ് ഡാറ്റ്സന്റെ Redi-Go. മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. മാർക്കറ്റിൽ എന്തുകൊണ്ട് ഇത് വിഡ്രോ ചെയ്തു എന്നുള്ളത് എനിക്ക് വലിയ സംശയമുള്ളൊരു കാര്യമാണ്. വണ്ടി വിഡ്രോ ചെയ്തു എന്നുള്ളത് ഞാനിപ്പോൾ നെറ്റിലൊക്കെ നോക്കി. പക്ഷെ എന്നാലും റീസെയിൽ വെച്ച് നോക്കുമ്പോഴും നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരു Redi-Go കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും വർത്ത് കാറാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് നടക്കാം. വെറും ഒരു അൾട്രാ കോമ്പാക്റ്റ് ആയിട്ടുള്ള പാറ്റ പോലത്തെ ഒരു കാറൊന്നും അല്ലത്. അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു കാറാണ്. എന്തായാലും മറ്റൊരു കൊച്ചു വാഹന വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.